യേശു ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുന്ന സമയം പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ യേശു 2 പടക് കരയ്ക്ക് അടുത്ത് കിടക്കുന്നത് കണ്ടു. അവിടെ 2 പടകുകൾ ഉണ്ടായിരുന്നിട്ടും യേശു ഷീമോൻ്റെ പടകിൽ കയറി ഷീമോനോട് അപേക്ഷിക്കുന്നു, പടക് കരയിൽ നിന്ന് അല്പം നീക്കണം. ഷീമോൻ അത് കേൾക്കുന്നു, അനുസരിക്കുന്നു. അതിനുശേഷം യേശു പടകിൽ കയറിയിരുന്ന പുരുഷാരത്തെ ഉപദേശിക്കുന്നു. ഷിമോൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ പടകൽപ്പം കരയിൽ നിന്ന് നീക്കിക്കൊടുത്തപ്പോഴാണ് യേശു പടകിൽ കയറുന്നത്. അപ്പോഴാണ് ആഴത്തിലേക്ക് വലയെറിയുവാൻ ഷിമോന് സാധിക്കുന്നതും വല സമൃദ്ധിയായി നിറഞ്ഞതും. ഇതുപോലെയാണ് യേശു പലപ്പോഴും നമ്മളെയും സമീപിക്കുന്നത്. നമ്മുടെ ജീവിതമാവുന്ന പടക് പലപ്പോഴും കരയ്ക്ക് കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്, ഉപയോഗിക്കാത്ത അവസ്ഥയിൽ, അല്ലേ? ചില സുരക്ഷിത മേഖലകളിൽ, ചില സുഖകരമായ മേഖലകളിലായിരിക്കാനാണ് നമുക്കെപ്പോഴും ആഗ്രഹം. ഇവിടെ ഷീമോനും കൂട്ടോരും പലപ്പോഴും ഈ സുഖകരമായ മേഖലയിലിരുന്ന് വല വീശിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം വല ശൂന്യമായി തീരാറാകുകയാണ് പതിവ്. അതുകൊണ്ടാണ് യേശു വല ആഴക്കടലിലേക്ക് വീശാൻ ഷീമോനോട് പറയുന്നത്. ഷീമോൻ തൻ്റെ പടകിനെ യേശുവിന് സമർപ്പിച്ചു. യേശു പറഞ്ഞത് അനുസരിച്ചു. നമ്മുടെ ജീവിതമാവുന്ന പടകിലും ചില മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം നമ്മോടും ആവശ്യപ്പെടാറുണ്ട്. ജീവിതമാവുന്ന പടക് യേശുവിന് വസിക്കാൻ തുറന്നു കൊടുത്തെങ്കിലേ നമ്മുടെ ജീവിതത്തിലും യേശു പ്രവർത്തിക്കത്തുള്ളൂ. നമ്മെ ദൈവത്തിന് സമർപ്പിച്ചെങ്കിലേ നമ്മുടെ പടകും ദൈവം ഉപയോഗിക്കത്തുള്ളൂ. പടകെന്ന് പറയുന്നത് ഒരിക്കലും കരയിൽ സ്വസ്ഥമായിരിക്കേണ്ട ഒന്നല്ല, ആഴക്കടലിലേക്ക് ഇറങ്ങി സഞ്ചരിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ചില ഉത്തരവാദിത്വങ്ങളും ശുശ്രൂഷകളും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ജീവിതമാകുന്ന പടകിൽ അതെത്ര പ്രയാസമായി നമുക്ക് തോന്നിയാലും ഏറ്റെടുത്തേ മതിയാകും. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ പൂർത്തീകരിക്കാനാണത്. നമ്മുടെ ജീവിതമാവുന്ന പടക് ആഴക്കടലിലേക്ക് സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കും, കാറ്റും കൂളും വീശും. അപ്പോഴൊക്കെ നമ്മൾ ഭയപ്പെട്ടു പോകാറുണ്ട്, ആകുലപ്പെടാറുണ്ട്. എന്നാൽ യേശു പറയുന്നു, ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇപ്പോൾ ചില മുങ്ങാറാകുന്ന അവസ്ഥയിലാണോ പടക്? കടലിലെ ഓളങ്ങൾ പോലെ മനസ്സ് കലങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണോ? അതോ കൊടുങ്കാറ്റ് പോലെ പ്രതിസന്ധികളാൽ പടക് ആടി ഉലയുന്നുണ്ടോ? വിഷമിക്കേണ്ട, യേശു അമരത്ത് നമ്മുടെ പടകിലുണ്ട്. അന്ന് ഷീമോൻ തൻ്റെ പടക് യേശുവിന് വേണ്ടി നീക്കിക്കൊടുത്തപ്പോഴാണ് എൻ്റെ ആടുകളെ മേയ്ക്കുന്ന വലിയ ഉത്തരവാദിത്വം കൊടുത്ത് സ്വർഗത്തിൻ്റെ താക്കോൽ ഷീമോൻ പത്രോസിനെ ഏൽപ്പിച്ചത്. നമ്മുടെ ജീവിതമാകുന്ന പടകും യേശുവിനൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? സമർപ്പിച്ചു കൊടുത്താൽ യേശുവും നമ്മുടെ പടകിൽ വസിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.